ടെയിൽവിൻ കോൺഫിഗ് ഡോട്ട് JSൽ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് അതിലെ തീമിനുള്ളിലാണോ കോൺഫിഗർ ചെയ്യേണ്ടത് അതോ എക്സ്റ്റെൻഡിനുള്ളിലാണോ കോൺഫിഗർ ചെയ്യേണ്ടതെന്നുള്ള സംശയം ഇപ്പോഴും പലർക്കും ഉണ്ടാവും. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇവിടെ പി ടാഗിന് ഞാനൊന്ന് ടെക്സ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഹൈഫൺ എന്നാണ് എൻ്റെ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടെ താഴെ ഓട്ടോ കംപ്ലീറ്റ് ലിസ്റ്റിൽ അതിൻ്റെ ഡീഫോൾട്ടുകളായിട്ടുള്ള അളവുകളെല്ലാം നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു ക്ലാസ് നമ്മൾ എടുക്കുക, സേവ് ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം ബ്രൗസറിൽ കാണാനായിട്ട് സാധിക്കും. ഇനി തീമിനുള്ളിൽ ഞാനതൊന്ന് കോൺഫിഗർ ചെയ്തെടുക്കുകയാണ്. സേവ് ചെയ്യുമ്പോൾ ബ്രൗസറിൽ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാം. ഇനി തിരിച്ച് ഇൻഡെക്സിൽ വന്നുകൊണ്ട് ഞാൻ ആ ഫോണ്ട് സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. 2XL നിന്ന് 3XLലേക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് അവിടെ ലിസ്റ്റ് അവൈലബിൾ അല്ല. കാരണം ഈ ടെയിൽവിൻ കോൺഫിഗ് ഡോട്ട് JSൽ നമ്മൾ തീമിനുള്ളിൽ കോൺഫിഗർ ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം അവിടെ നിന്ന് ഓവർ റൈറ്റ് ആവും. അതായത് അവിടെ നമുക്കിനി ലിസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടില്ല. നമ്മളിവിടെ എഴുതി വെച്ച 2XL മാത്രമേ നമുക്കവിടെ ലിസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇതേ കോൺഫിഗറേഷൻ തന്നെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് എക്സ്റ്റെൻഡിനുള്ളിൽ പേസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഈ പേരൊന്ന് മാറ്റണം. കാരണം ഇത് ഡീഫോൾട്ട് ക്ലാസിൻ്റെ പേരാണ്. നമുക്ക് വെരി ലാർജ് എന്ന് കൊടുക്കാം, ഒരു 150 പിക്സൽ കൊടുക്കാം. സേവ് ചെയ്തു. ഇവിടെ വന്ന് നമുക്ക് ആ ക്ലാസ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഹൈഫൺ എൻ്റർ ചെയ്തുകൊണ്ട് ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ നേരത്തെ പോലെയല്ല, ഇപ്പോൾ നമുക്ക് അവിടെ ആ ഡീഫോൾട്ട് ക്ലാസ്സുകളും ഒപ്പം തന്നെ നമ്മൾ പുതുതായിട്ട് കോൺഫിഗർ ചെയ്തെടുത്ത വെരി ലാർജ് എന്നുള്ള ക്ലാസ് നമുക്കവിടെ കിട്ടും. അതിന് കാരണം നമ്മളിവിടെ എക്സ്റ്റെൻഡിൽ എഴുതി കൊടുത്തുകൊണ്ടാണ്. തീമിൽ എഴുതുമ്പോൾ അത് ഓവർ റൈറ്റ് ആകുകയും എക്സ്റ്റെൻഡിൽ എഴുതുമ്പോൾ നമുക്ക് ഡീഫോൾട്ടായിട്ടുള്ള ക്ലാസ്സിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ കോൺഫിഗർ ചെയ്തെടുക്കുന്ന പുതിയൊരു ക്ലാസ് കൂടെ നമുക്ക് ലഭിക്കും. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ ടെയിൽവിൻ CSSൻ്റെ ഒരു ട്യൂട്ടോറിയൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കി പഠിച്ച് മനസ്സിലാക്കുക.